ഹലോ, വെൽക്കം ബാക്ക് ടു ഗ്രഹണു സ്റ്റോറി ടെല്ലർ. ഐം സോറി, എല്ലാവരും കാത്തിരിപ്പിച്ച് മുഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. സമയം രാവിലെ 6 മണി. ഹോസ്പിറ്റൽ. ഇപ്പോഴും രുദ്രൻ ഇഷയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയാണ്. അവളാണെങ്കിലും ചെറു മയക്കത്തിൽ പോലും അവനെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ഇടയ്ക്ക് പാതൽ തട്ടുന്നത് കേട്ടാണ് രുദ്രൻ കണ്ണു തുറന്ന് നോക്കുന്നത്. നല്ല സുഖമായ ഉറക്കത്തിലായിരുന്നു അവൻ. കുറെ കാലത്തിന് ശേഷം സുഖമായി ഉറങ്ങി. അതിനാൽ തന്നെ ആ ഉറക്കം മുറിഞ്ഞത് രുദ്രന് അസഹ്യമായി തോന്നി. എന്നാലും തട്ടു പിന്നെയും കേട്ടതുകൊണ്ട് രുദ്രൻ കണ്ണു തുറന്നു നോക്കി. അപ്പോഴാണ് അവൻ ഓർത്തത് താൻ എവിടെയാണ് എന്ന്. താനിപ്പോഴും ഇഷയുടെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന്. അപ്പോഴാണ് അവൻ അത് ഓർത്തത്. അതിനാൽ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ് അവനെ എഴുന്നേറ്റു. അപ്പോഴേക്കും യക്ഷയും ഉണർന്ന് മനസ്സിലാകാത്ത പോലെ നോക്കി. അവനെ രുദ്രൻ മറ്റൊന്നും പറയാതെ അവളുടെ ഡ്രസ്സ് നേരിയിട്ടിട്ട് വേഗം വാതിൽ തുറന്നു. രാവിലെ അവളെ ചെക്ക് ചെയ്യാൻ വന്ന നഴ്സായിരുന്നു പുറത്ത്. വാതിൽ ചെന്ന് രുദ്രനെ കണ്ടതും അവരുടെ മുഖത്ത് മുഷിച്ചിൽ പെട്ടെന്ന് മറന്നുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഇഷയെ പോയി അവർ ചെക്ക് ചെയ്തു. ആ സമയങ്ങളിലെല്ലാം രുദ്രൻ റൂമിന് വെളിയിലായി കാത്തുനിന്നു. നഴ്സ് പുറത്തേക്ക് പോയതും രുദ്രൻ പെട്ടെന്നകത്തേക്ക് പാഞ്ഞു. അവൻ അത് കാത്തു നിന്നതും വാതിൽ ലോക്ക് ചെയ്തിട്ട് അവൻ ഇഷയുടെ ഡ്രസ് ഓപ്പൺ ചെയ്ത് നെഞ്ചിൽ പതിയെ തിരുമിക്കൊണ്ടിരുന്നു. ഇഷയാണെങ്കിലോ മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. പക്ഷെ രുദ്രന്റെ കണ്ണുകളിൽ തന്നോടുള്ള വേവലാതി കണ്ടതും യക്ഷിയുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ട രുദ്രൻ വേഗം അവളോട് ചോദിച്ചു, വേദനിക്കുന്നോ നിനക്ക്? സോറി, ഞാൻ ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. അപ്പോഴാണ് ഇഷ മനസ്സിലാക്കിയത് അവന് എന്താണ് ചിന്തിക്കുന്നതെന്ന്. രുദ്രൻ അവളുടെ നെഞ്ച് തിരുമ്മിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ഇഷ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് രുദ്രന് അഭിമുഖമായി കാല് 2 സൈഡിലോട്ട് ഇട്ടുകൊണ്ട് ഇരുന്നു. എന്നിട്ട് രുദ്രന്റെ മുഖം കൈകളിലേക്ക് എടുത്തുകൊണ്ട് രുദ്രനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ മുഖത്ത് ആകെ മുഴുവൻ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. ഒപ്പം ഇഷ കരയുകയായിരുന്നു. എന്താ ഇഷ നിനക്ക്? രുദ്രൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അതിനൊന്നും മറുപടി പറയാതെ കിസ്മി രുദ്ര. വാട്ട്? നീ എന്താ പറയുന്നത്? നീ ഓക്കെയല്ല, പനി? രുദ്രൻ പറയുന്നത് കേട്ട് ഇഷ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ ചുണ്ടുകളെ വല്ലാത്തൊരാവേശത്തോടെ കവർന്നു. രുദ്രന്റെ കൺട്രോൾ കളയുന്നത് പോലെ. അവസാനം അത് തന്നെ സംഭവിച്ചു. രുദ്രൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്തുകൊണ്ട് ചുണ്ടിനെ കവർന്നു. അവസാനം ഇഷ തളർന്ന് അവന്റെ നെഞ്ചിലേക്ക് വീഴുന്നത് വരെ രുദ്രൻ യക്ഷയിലേക്ക് തന്റെ പ്രണയം പകർന്നുകൊണ്ടേയിരുന്നു. അവസാനം തളർന്ന ഇഷയെ കയ്യിൽ എടുത്തുകൊണ്ട് രുദ്രൻ അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഇഷ രുദ്രനോടായി ചോദിച്ചു, രുദ്ര പറ. ഇഷ കുറച്ച് സൈലന്റായി. എന്നിട്ട് തുടർന്നു, രുദ്ര, നിനക്ക് എന്റെ പഴയ രുദ്രനാകാൻ പറ്റുമോ രുദ്ര? ഇഷ അവന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി അവനെ നോക്കി ചോദിച്ചു. അതിന് അവന്റെ മറുപടി കാണാതെ വന്നതും ഇഷ പിന്നെയും തുടർന്നു, അത് നീ പറഞ്ഞതുപോലെ എന്നെ വെറും ഫിസിക്കൽ നീഡിന് വേണ്ടി മാത്രമാണ്. ഇഷ വല്ലാതെ ഇടറിപ്പോയി. എന്നാലും അവൾ തുടർന്നു, അങ്ങനെയാണ് എങ്കിൽ എന്നോട് രുദ്ര എന്നത് എന്നോട് പറയണം. കാരണം ഞാൻ പോലും അറിയാതെ പക്ഷെ പഴയ വിഷയാകുന്നുണ്ട് എനിക്ക്. ഞാൻ കാരണമല്ല നിന്റെ മുത്തു. പേടിയാ രുദ്ര എനിക്ക് വയ്യ. എനിക്കറിയണം, ഞാൻ നിന്റെ ഭാര്യയാണോ അതോ നിന്റെ? രുദ്ര ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവന്റെ ഉള്ളിൽ താൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ, താൻ അവളോട് ചെയ്തതും എല്ലാം, ഒപ്പം അവൾക്ക് തന്നോടുള്ള പ്രണയം
അതെത്ര ആഴത്തിലുള്ളതാണ് എന്ന് രുദ്രന് മറ്റാരെക്കാളും അറിയാം. അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ഇഷയെ നോക്കി അവൾ തന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ട രുദ്രൻ അവളോട് എന്തോ പറയാൻ വേണ്ടി വന്നത്. പെട്ടെന്നാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. രുദ്രൻ ഫോൺ എടുത്ത് നോക്കി. വിഷ്ണുവാണ് എന്ന് കണ്ടത്. അവൻ ഫോൺ എടുത്ത് കാര്യങ്ങൾ തിരക്കി. അപ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ ഇഷയിലായിരുന്നു. തന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിറയുന്ന അവളുടെ കണ്ണുകൾ രുദ്രൻ തുടച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഫോൺ വെച്ച ശേഷം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എട്ടുവിന്റെ കാര്യങ്ങൾ എല്ലാം ശരിയായിട്ടുണ്ട്. കൂടി പോയുള്ള ഒരാഴ്ച, അതിനുള്ളിൽ അവന് പോകണം. നിന്റെ ആഗ്രഹം പോലെയെല്ലാം എന്തായാലും നീ ഇന്ന് റെഡിയാക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും വരാം. അത്രയും പറഞ്ഞ് രുദ്രൻ തന്നിൽ നിന്ന് നടന്നു പോകുന്നത് കാണുമ്പോൾ ഇഷയുടെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചു. അവന്റെ മാറ്റം എന്താണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ വേഗം റെഡിയാകണമെന്ന് പറഞ്ഞതിനാൽ തന്നെ അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടർ അവൾ ഓക്കെയാണെന്ന് പറഞ്ഞതിനാൽ പിന്നെ ഡിസ്ചാർജ് എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് രുദ്രന്റെ മാറ്റം ഇഷ ശ്രദ്ധിക്കുന്നത്. അറിയാതെ പോലും അവന്റെ നോട്ടം തന്നിൽ എത്തുന്നില്ല എന്ന് ഇഷയുടെ നെഞ്ച് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ രുദ്രൻ കാലിൽ കയറിയിരുന്ന് തന്നെ നോക്കുന്നതാണ് കണ്ടത്. അതിനാൽ തന്നെ അവൾ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ കാറിൽ കയറിയിരുന്നു. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ രുദ്രനിലായിരുന്നു. അവൻ തന്നെ നോക്കുന്നു എന്ന്. പക്ഷെ അവന്റെ കണ്ണുകൾ അവളെ തേടി എത്തിയില്ല. അങ്ങനെ അവൻ നന്ദിവനത്തിലെത്തി. ലളിതയും കൂട്ടരും രുദ്രനുള്ളതിനാൽ തന്നെ ഇഷയുടെ അടുത്ത് ഒന്നിനും വന്നില്ല. പകരം ജോലിക്ക് നിൽക്കുന്നവർ അവൾക്കുള്ള ഭക്ഷണം എല്ലാം റൂമിലെത്തിച്ചു. ഇഷയെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞ ഉടനെ രുദ്രൻ പുറത്തേക്ക് പോയിരുന്നു. പക്ഷെ അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി 11 മണിയായപ്പോഴാണ് രുദ്രൻ വീട്ടിലെത്തിയത്. നല്ല ക്ഷീണമുണ്ടെങ്കിൽ പോലും ഇഷ അവന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ രുദ്രൻ വന്നതും തന്നെ കാത്തിരിക്കുന്ന ഇഷയെ കണ്ട് വലിയ കാര്യമാക്കാതെ അകത്തേക്ക് നടക്കുന്നത് കണ്ടതും പെട്ടെന്ന് ഇഷ രുദ്രന്റെ കൈ പിടിച്ചു നിർത്തി. രുദ്രൻ തിരിഞ്ഞവളെ രൂക്ഷമായി നോക്കി. എന്താ ഇഷ? അവന്റെ ശബ്ദം കേട്ടതും ഇഷ പറയാൻ വന്നത് പറയാനാകാതെ മനസ്സ് അവനോട് പറഞ്ഞു. അവന്റെ കണ്ണിൽ നോക്കി തന്നെ, എന്താ രുദ്ര ഈ അകൽച്ച? മനസ്സിലാണ് പറയുന്നതെങ്കിൽ പോലും രുദ്രൻ അവൾ എന്താണ് പറയുന്നതെന്ന് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും രുദ്രൻ പെട്ടത്. എന്താ ഇഷ? മുഷിച്ചിലോടെ അവൻ ചോദിച്ചു. പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ ഇഷ പതറിപ്പോയി. ആ പതർച്ചയോടെ, രുദ്ര എനിക്കൊരു സഹായം വേണം. എന്താണ് എന്ന അർത്ഥത്തിൽ അവൻ നോക്കി ഇഷ തുടർന്നു. എന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട്, ഒരു 25 ലക്ഷം. അതൊന്ന് പെട്ടുവിന്റെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അത്രയും ക്യാഷ് എവിടെ നിന്നാണ്? ഇഷയുടെ ആവശ്യം കേട്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു. എന്റെയും അമ്മയുടെയും ഗോൾഡ് വിട്ടു, പിന്നെ എന്റെ കാറ്. അതല്ലാതെ അച്ഛനെന്റെ അക്കൗണ്ടിൽ ഇടാറുള്ള ക്യാഷ് ഞാൻ എടുക്കാറില്ല എന്ന്. പിന്നെ എന്റെ ജോബ്, സാലറി, ഇതെല്ലാം കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിരുന്നു ഇട്ടുവിന് വേണ്ടി. പതിഞ്ഞ സ്വരത്തിൽ അവനോട് ഇഷ പറഞ്ഞു. പെട്ടെന്ന് രുദ്രൻ സാമ്യമായി ചോദിച്ചു, ഈ ക്യാഷ് എല്ലാം കൊടുത്താൽ പിന്നെ നിന്റെ കാര്യങ്ങൾ? അതിന് ഇഷയ്ക്ക് ചിരി മാത്രമായിരുന്നു മറുപടി. എന്നിട്ട് അവനെ ഒന്ന് നോക്കിയിട്ട് പതി ബെഡിൽ വന്ന് കിടന്നു. പിന്നെ രുദ്രൻ റെഡിയാകുന്നതും ബെഡിൽ കിടക്കാതെ ബാൽക്കണിയിൽ പോകുന്നതും എല്ലാം ഇഷ അറിഞ്ഞിരുന്നു. പക്ഷെ അവളൊന്നും മിണ്ടാതെ സൈലന്റ് ആയി കിടന്നു, നിറയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അതിന്റെ ഇടയ്ക്കെല്ലാം ലളിതയും കൂട്ടരും ഇഷയെ
വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇഷ ഒന്നും എതിർത്തില്ല, തടഞ്ഞില്ല, പരാതിപ്പെടാനും പോയില്ല. അന്നത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം രുദ്രനിലും ഇഷയിലും വല്ലാത്തൊരു അകലം രൂപപ്പെട്ടിരുന്നു. അത് ഇരുവർക്കും നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ. രാത്രി ഒരുമിച്ച് കിടക്കുമ്പോഴും പരസ്പരം സ്പർശിക്കാറില്ല. ഇരുവരും ഉറങ്ങാറുമില്ല. അത് അവർ അറിയുന്നുണ്ടെങ്കിൽ പോലും അവർ മിണ്ടിയില്ല. അങ്ങനെ എട്ടൂര് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അടുത്തു വന്നു. രാവിലെ രുദ്രൻ ഓഫീസിൽ പോകാനായി തുടങ്ങുമ്പോഴാണ് ഇഷ അവന്റെ മുന്നിൽ വന്നത്. രുദ്ര, പറ ഇഷ. അവൻ അവളെ നോക്കാതെ തന്നെ മറുപടി നൽകി. അവന്റെ ആ സമീപനം അവൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചതാണ്. അതിനാൽ വിഷമമൊന്നും അവൾക്ക് തോന്നിയില്ല. അതിനാൽ അവൾ പറഞ്ഞു, മറ്റന്നാളല്ലേ ഇട്ടു പോകുന്നത്. എനിക്ക് കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് പുറത്തു പോകണം. ഡ്രൈവർ ഉണ്ടെങ്കിൽ എനിക്ക് എന്നാ ഞാൻ റെഡി ആകട്ടെ, ഞാൻ വരാം, പെട്ടെന്ന് രുദ്രൻ പറഞ്ഞു. പക്ഷെ രുദ്ര, ഇട്ടു അവനറിഞ്ഞാൽ ഇഷയ്ക്ക് സംശയമായിരുന്നു. അറിഞ്ഞാൽ എന്താ, നീ എൻ്റെ ഭാര്യയല്ലേ, ആണോ? ഇഷ അവനോട് ചോദിച്ചു. എന്താ? അല്ല രുദ്ര, നമ്മൾ തമ്മിലുള്ള ഡീൽ മാത്രമല്ലേ ഈ താലി. നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ അഴിച്ചു വെക്കാൻ പോകുന്ന വെറുമൊരു വേഷം. അതുകൊണ്ട് വേണ്ട രുദ്ര, ഇത് വേണ്ട. ഇട്ടു അറിയരുത് ഒന്നും. രുദ്രൻ ഇഷയുടെ വാക്കുകൾ കേട്ടതും അവളെ തന്നെ നോക്കിയിരുന്നു, മറുപടി പറയാൻ ആഗ്രഹിക്കാതെ. പക്ഷെ ഇഷ ആഗ്രഹിച്ചിരുന്നു അവനിൽ നിന്നൊരു വാക്ക്. നീ കരുതുന്നത് പോലെയല്ല എന്നൊക്കെ. അത് കേൾക്കാൻ അവളും ആഗ്രഹിച്ചു. പക്ഷെ അവനിൽ നിന്ന് വന്നത് ഇങ്ങനെ. ശരി, നമ്മുടെ ഡീൽ അവൻ അറിയണ്ട, പറയും. എന്തായാലും ഞാൻ വരാം. അവനോട് എനിക്ക് സംസാരിച്ചേ മതിയാകും. ഇഷയുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. അവൻ അവളോട് ചെയ്യുന്നത് ഇഷയെ വല്ലാതെ തകർത്തു. അവൾക്ക് അവന്റെ നെഞ്ചിൽ ചേർന്ന് കരയാനും അവന്റെ തലോടൽ അനുഭവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നി. പക്ഷെ അതിന് കഴിയാതെ ഇഷ തന്നിൽ നിന്നും അകന്നു പോകുന്ന രുദ്രനെ നോക്കി നിന്നു. തുടരുന്നു. അപ്പം എല്ലാവരോടും സോറി. കാരണം എനിക്കറിയാം നിങ്ങളെ ഞാൻ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ കുഞ്ഞിന് വയ്യ, തീരെ പൊടിയ ആള്. അവന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവൻ ആരുടെ കയ്യിൽ പോവില്ല, എൻ്റെ കൈ തന്നെയായിരിക്കും. ഇപ്പൊ സമയം 1:30 രാവിലെ. ഞാൻ ഇപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. നാളെ എന്തായാലും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലും പോകണം. പിന്നെ ഇന്നലെ ഞാൻ ഇടാതിരുന്നത് ഇങ്ങനെയെങ്കിലും രാത്രി ഞാൻ ഇട്ടേനെ. പക്ഷെ ഖത്തറിലെ ഒരു മിസൈൽ അങ്ങനെ ഒരു ന്യൂസ് കണ്ടില്ലേ, ഹസ്ബൻഡ് ഖത്തറില. അപ്പൊ മൊത്തത്തിൽ ടെൻഷനായി പോയതുകൊണ്ട് അവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ കാത്തിരിപ്പിച്ചതിന് എല്ലാവരോടും സോറി. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞാൻ വരാം കേട്ടോ കഥയായിട്ട്. See you all and thank you so much. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും നന്ദി. ഒരുപാട് സ്നേഹം. നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനകളുണ്ട്. താങ്ക് യു.